എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് ജൂലൈ 16 പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെന്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നിലവിലുള്ള അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ജൂലൈ 6 മുതൽ ജൂലൈ 13 വരെ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ തേർഡ് അലോട്ട്മെന്റിൽ ആരൊക്കെയാണ് പുതുതായിട്ട് ഓപ്ഷൻ നൽകേണ്ടത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് admission.kannur.ac.in/FRYUGADM2026/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. FYUGP പ്രോഗ്രാംസ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജിലെ കോഴ്സ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏതൊക്കെ കോളേജിലാണ് ആ ഒരു കോഴ്സുകൾ ഉള്ളതെന്നും അറിയാൻ സാധിക്കും. അതുപോലെ FIIMB പ്രോഗ്രാംസ് ലിങ്ക് മുഖേന നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാങ്ങാട്ടുപറമ്പ് അതുപോലെ തന്നെ പാലയാട് ക്യാമ്പസുകളിൽ ഉള്ള ആ ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഈ ഒരു പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ലിങ്ക് വരുന്ന സമയത്ത് രജിസ്റ്റർ ഹിയർ എന്നുള്ള ലിങ്ക് ജൂലൈ 6 മുതൽ വരുന്നതാണ്. അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വേണ്ട എഡിറ്റുകൾ അല്ലെങ്കിൽ ഓപ്ഷനിൽ വേണ്ട എഡിറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓൾറെഡി നൽകിയിട്ടുണ്ടായിരുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന നിങ്ങൾക്ക് കറക്ഷൻ ഫീസായിട്ട് 200 രൂപ ഫീ പേയ്മെൻറ്റ് ചലാൻ മുഖേന ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ചലാൻ്റെ റെസിപ്റ്റിൻ്റെ ആ ഒരു കാര്യങ്ങളും അതുപോലെ എന്ത് ഡീറ്റെയിൽസ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ കറക്ഷൻ ഫീ അടച്ച ശേഷം പ്രൊഫൈൽ മുഖേന നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന എറേഴ്സും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തേർഡ് അലോട്ട്മെന്റിൽ ആരൊക്കെ ഓപ്ഷൻ കൊടുക്കണം ആരൊക്കെ ഓപ്ഷൻ കൊടുക്കേണ്ട എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് എന്നിങ്ങനെയുള്ള 2 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ടെമ്പററി അഡ്മിഷൻ നേടാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ തേർഡ് അലോട്ട്മെന്റിൽ ആ ഒരു സൗകര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണോ കിട്ടിയത് ആ ഒരു കോളേജ് കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും തേർഡ് അലോട്ട്മെന്റിന് ശേഷം പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും ഈ ഒരു ഘട്ടത്തിൽ തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള എഡിറ്റിംഗ് സൗകര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകിക്കൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ആരൊക്കെ ഓപ്ഷൻ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയുള്ള കോളേജിൽ പെർമനന്റ് അഡ്മിഷൻ ആണ് നേടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു കോളേജിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിലുള്ള മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടതാണ്. ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ നിലവിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ടെമ്പററി അഡ്മിഷനോ പെർമനന്റ് അഡ്മിഷനോ നിങ്ങൾക്ക് നേടാനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ കോളേജോ കോഴ്സോ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ ഓപ്ഷൻസ് നിങ്ങൾ നൽകിയാൽ മതിയാകും. കാരണം നിങ്ങളുടെ ഓപ്ഷന്റെ താഴെയുള്ള ഓപ്ഷൻ യാതൊരു കാരണവശാലും അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതിനാൽ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അതിന് മുകളിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കിട്ടിയ സീറ്റ് മതി എന്നുണ്ടെങ്കിൽ അവിടെ പെർമനന്റ് അഡ്മിഷൻ നേടിയാൽ മതിയാകും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ കോളേജ് കോഴ്സോ മാറണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ പുതിയ കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് ലോഗിൻ ചെയ്ത് നൽകിയാൽ മതിയാകും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്, വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് ഒരു എക്സാമ്പിളിന് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ ആ ഒരു കിട്ടിയ സീറ്റിൽ തന്നെ മതി, അതായത് ആ ഒരു കോളേജും കോഴ്സ് തന്നെ നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന ഫീസ് ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. അതേസമയം നിങ്ങൾ ആ ഒരു ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതും പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച നിർദ്ദേശങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം.
അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 4/7/2026 വരെ അഡ്മിഷൻ ഫീസ് അടക്കാവുന്നതാണ്. അഡ്മിഷൻ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ 30/6/2026 മുതൽ 4/7/2026 വരെ കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്നവർ ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു കോളേജ് കോഴ്സ് പഠന വകുപ്പിൽ താൽക്കാലിക പ്രവേശനം നേടേണ്ടതാണ്. അതായത് ഇപ്പോൾ കിട്ടിയ സീറ്റിനോട് അല്പം താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ ഹാജരായി ടെമ്പററി അഡ്മിഷൻ എടുക്കണം. അങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷൻസ് അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനായിട്ട് അവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അല്ലെങ്കിൽ പഠന വകുപ്പിൽ ഹാജരായി പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ മറ്റ് ഫീസുകൾ കോളേജിൽ അടക്കേണ്ടതില്ല. അടുത്ത അലോട്ട്മെന്റുകളിൽ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ടെമ്പററി ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ നേടി. എന്നാൽ തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തിയതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുന്നു പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഇങ്ങനെ പുതുതായിട്ട് മറ്റൊരു കോളേജ് കോഴ്സ് കിട്ടുന്ന സാഹചര്യത്തിൽ പുതുതായിട്ട് കിട്ടുന്ന ആ ഒരു കോളേജ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താകും. പിന്നീട് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ താൽക്കാലിക പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജുകൾ പ്രത്യേകം രജിസ്റ്റർ രേഖപ്പെടുത്തും. ഹയർ ഓപ്ഷൻ നിലവിലില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും മുഴുവൻ ഫീസ് അടച്ച് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അലോട്ട്മെന്റ് മെമ്മോ പ്രകാരമുള്ള തീയതികളിൽ പെർമനന്റ് അഡ്മിഷൻ നേടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോളേജിൽ സ്ഥിരപ്രവേശനം നേടുന്നവർ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാതെ പക്ഷം അടുത്ത അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടി വരുന്നതായിരിക്കും. ഇനി കോളേജ് അല്ലെങ്കിൽ പഠന വകുപ്പിൽ പ്രവേശനം നേടാത്തവർക്ക് ഓപ്ഷനുകൾ മാറ്റുന്നതിനായിട്ട് അവസരം. അതായത് ഇപ്പോൾ കിട്ടിയ കോളേജിനോട് ഒരു താല്പര്യമില്ല, അതിനാൽ തന്നെ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിന് മുന്നോടിയായിട്ടുള്ള ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 6 മുതൽ ജൂലൈ 13 തീയതി വരെ പുതുതായിട്ട് കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അപ്പോൾ 2026-27 അധ്യയന വർഷത്തിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ FIUGP or FIAMB പ്രവേശനത്തിനായിട്ട് നൽകിയ അപേക്ഷയിലെ ഓപ്ഷനുകൾ മാറ്റുന്നതിന് വിദ്യാർത്ഥികൾക്ക് 6/7/2026 മുതൽ 13/7/2026 വരെ അവസരമുണ്ട്. നിങ്ങൾക്ക് അപേക്ഷകർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് 200 രൂപ കറക്ഷൻ ഫീ ഇനത്തിൽ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷനുകൾ നിങ്ങൾക്ക് തന്നെ മാറ്റാം. അതായത് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് 200 രൂപ കറക്ഷൻ ഫീസ് അടക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ കോളേജിൽ പ്രവേശനം നേടിയവർക്ക് പ്രസ്തുത അവസരത്തിൽ ഓപ്ഷനുകൾ മാറ്റാൻ സാധിക്കുന്നതല്ല. പ്രസ്തുത അപേക്ഷകർക്ക് സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓപ്ഷനുകൾ മാറ്റാൻ അവസരം നൽകും. അതായത് നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നൽകില്ല എന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. 5ാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്തു, അവിടെ ടെമ്പററി അഡ്മിഷൻ നേടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുകളിലുള്ള ഹയർ ഓപ്ഷൻ നിങ്ങൾ അവിടെ നിലനിർത്തി അടുത്ത അലോട്ട്മെന്റിൽ മാറ്റം ലഭിച്ചാൽ കൊള്ളാമെന്ന് വിചാരിച്ച് ആ ഒരു ഹയർ ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെ നിലനിർത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ ഓപ്ഷൻസ് ഈ ഒരു വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് പുതിയ ഏതെങ്കിലും കോളേജ് കോഴ്സ് കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല എന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് അലോട്ട്മെന്റ് സർക്കുലറിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇതുവരെ ബിരുദ പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് പ്രസ്തുത അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരം. FIUGP or FIAMB പ്രവേശനത്തിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് 6/7/2026 മുതൽ 13/7/2026 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനും അവസരം ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇവിടെ പ്രധാനമായിട്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യമാണ്. നിലവിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം അഡ്മിഷൻ നേടാത്തവർക്ക് നിങ്ങളുടെ ഓപ്ഷനുകളൊക്കെ മുഴുവനായിട്ട് ചേഞ്ച് ചെയ്ത് പുതിയ കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് സൗകര്യമുണ്ട്. അതിന് 200 രൂപ നിങ്ങൾ കറക്ഷൻ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി കറക്ഷൻ ഫീസ് അടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷനിലെ ഓപ്ഷനുകൾ പുതിയ കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള സൗകര്യം ലഭ്യമാകും. അതുപോലെ തന്നെ എന്നാൽ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കോളേജിൽ പ്രവേശനം നേടുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ടെമ്പററി ആയിരിക്കാം അല്ലെങ്കിൽ പെർമനന്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയുള്ള കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനുള്ള സൗകര്യമാണ് നിലവിൽ ഉള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ സൗകര്യമുള്ളൂ. ഹയർ ഓപ്ഷൻ നിലവിൽ ഉള്ള ഓപ്ഷൻ നിലനിർത്തുന്നവർക്ക് അതേപോലെ തന്നെ നിലനിർത്താം. എന്നാൽ അടുത്ത സെക്കൻഡല്ല തേർഡ് അലോട്ട്മെന്റ് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.